आज की हिंदी कक्षा में सभी को स्वागत है। ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും स्वागतम। रामवृक्ष बेनीपुरी द्वारा लिखा रेखा चित्र रज़िया। पिछले कक्षा में हमने पढ़ा कि रज़िया उनकी पति हसन के साथ लेगर के पास पटना पहुंचते हैं। वहां पहुंचने के बाद रज़िया अपनी गांव की विशेषताओं के बारे में बताती हैं। यानी पहले हिंदू और मुसलमानों के बीच कोई अंतर नहीं था, लेकिन अब अंतर बन चुके हैं। हिंदू वालों से चूड़ियाँ खरीदते हैं और पहनाते हैं, और मुस्लिम लोगों के चूड़ी हारिनों से चूड़ियाँ खरीदते हैं और पहनाते हैं। इसके बाद रज़िया और उनकी पति हसन लेगर के घर जाकर उसे कुछ चूड़ियाँ लेगर की पत्नी के लिए देने के लिए कहती है और बताती है कि उसे पहना कर दीजिए, जिस प्रकार हसन ने पहना दिया है। इतना ही हम पिछले कक्षा में पढ़ा था। കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പട്നയിൽ ലേഖകൻ്റെ അടുത്ത് നമ്മുടെ റസിയയും ഹസനും എത്തിച്ചേരുകയും, കാരണം അവരുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് വളക്കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് അവർ പട്നയിൽ എത്തുന്നത്. പല പല ഫാഷനിലുള്ള വളകളും മറ്റും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എത്തിയ സമയം തൻ്റെ ഗ്രാമത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും മുസ്ലിംസും ഹിന്ദുക്കളും അവരവരുടെ മതത്തിൽപ്പെട്ടവരെ വളയിടാനും വള വാങ്ങിക്കാനും ആണ് ആശ്രയിക്കുന്നത്. ആ കാര്യമൊക്കെ പറയുന്നു. അതിനുശേഷം പട്നയിലെ ലേഖകൻ്റെ വീട്ടിലേക്ക് റസിയയും ഹസനും പോകുന്നു. എന്നിട്ട് ലേഖകൻ്റെ ഭാര്യയ്ക്ക് വള കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൈകളിൽ അണിയിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. വള കൊടുത്തിട്ട്. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ചലത്തെ ഹേ ആകെ കി ഓർ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. ജബ് ഹസൻ കുച്ച് ശർമായ വ ഭോലി ഗാഗ് ഹേ മാലിക് ഗാഗ്. അപ്പം അത് കേട്ടതും ഹസന് നാണം വന്നു. ഹസനാണ് വളയിട്ട് തരാറ് എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അവൾ പറഞ്ഞു, ഗാഗ് ഹേ മാലിക് ഗാഗ്, അനുഭവസ്ഥനാണ്. ഗാഗ് का मतलब है जो अनुभव हुआ है, जिसे अनुभव हुआ है उसे गाग कहते हैं. कैसा मुँह बना रहा है इस समय. നാണിച്ച മുഖം എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ പറയുകയാണ് നമ്മുടെ റസിയ. बहुत शर्मा के खड़ा है यहाँ हसन, लेकिन जब हाथों में हाथ लेता है टटाकर हंस पड़ी इतने जोर से कि मैं चौंक कर चारों तरफ देखने लगे. പക്ഷെ കൈയോട് കൈ ചേരുമ്പോൾ ഇങ്ങനത്തെ നാണമൊന്നുമില്ല എന്ന് റസിയ പറയുക. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് റസിയ വളരെ ഒച്ചത്തിൽ ചിരിക്കുകയും നമ്മുടെ ലേഖൻ 4 ഭാഗത്തും ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുന്നു. रज़िया बहुत ज़ोर से हंसती है. टटाकर हंसना का मतलब है ज़ोर से हंसना. जब हाथ में हाथ लेता है तो उसको कोई शर्मिंदा नहीं है, कोई शर्म नहीं है हसन को. ये कहते हुए रज़िया बहुत ज़ोर से हंसती है. तब लेखक चारों तरफ चौंक कर देखने लगा. हाँ, तो अचानक उस दिन उसके गाँव में पहुंच गया. चुनाव का चक्कर जहाँ ना ले जाएं, जिस अवगढ़ घाट पर ना खड़ा कर दें. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അവളുടെ ഗ്രാമത്തിൽ എത്തുകയുണ്ടായി. ചുനാവുമായി ബന്ധപ്പെട്ട്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. അതിനർത്ഥം ഇവിടെ ലേഖകൻ വലിയ നേതാവായി എന്നാണ് അർത്ഥം. चुनाव का मतलब है इलेक्शन. चुनाव के चक्कर में वो
उसकी गांव में पहुंचाता है, जहाँ ना ले जाएं, जिस अवगढ़ घाट पर ना खड़ा कर दें. നേതാവായാൽ നമുക്കറിയാം പലരുടെയും വീടുകളിൽ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ ലേഖകൻ വേണ്ടാത്ത സ്ഥലം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഔഗട്ട് ഘാട്ട് എന്ന് പറഞ്ഞാൽ, ഘാട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കത്തെ അർത്ഥം കിനാരെ, നദി കിനാരെയാണ്. ഇവിടെ ഉദ്ദേശിച്ചത് ഒരു നേതാവായി കഴിഞ്ഞാൽ പല വീടുകളിലെയും അംഗങ്ങളെ നമ്മൾ കാണേണ്ടതായിട്ട് വരും. പരിചിതമല്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമ്മൾ വോട്ട് ചോദിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ജിസ് ഔഗട്ട് ഘാട്ട് पर ना खड़ा कर दे. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പലയിടത്തും പോകേണ്ടതായിട്ട് വരും. चुनाव है ना, वो नेता बन गया है, इसलिए उसे कई घरों में जाना पड़ता है. नाक में पेट्रोल के धुएं की गंध, कान में साय साय की आवाज़, चेहरे पर दर्द गुबार का अंबार, പരേഷാൻ ബദഹ്വാസ്. അങ്ങനെ ഇലക്ഷനോട് അനുബന്ധിച്ചുള്ള തിരക്കുകളാണ്. പെട്രോളിൻ്റെ പുകയും വണ്ടികളുടെ ശബ്ദങ്ങളും പൊടിപടലങ്ങളുമാണ് ചുറ്റും. നാക്ക് മേ പെട്രോൾ കെ ധുവേ, മുക്കിൽ പെട്രോളിൻ്റെ പുക അടിക്കുന്നു, അതിൻ്റെ ഗന്ധം. അതുപോലെ ചെവിട്ടിൽ കാൻമേ സായ് സായ് എന്ന് പറയുന്ന ശബ്ദം, ഒരുപാട് വണ്ടികളുടെ ശബ്ദങ്ങൾ. ചെഹ്രെ പർ ദർദ് ഗുബാർ, മുഖത്താണെങ്കിൽ പൊടിപടലങ്ങൾ. ദർദ് ഗുബാർ ക മത്ലബ് ധൂൽ, പൊടി. അതിൻ്റെ കൂട്ടമാണ് അംബാർ. അംബാർ എന്ന് പറഞ്ഞാൽ കൂട്ടമാണ്. അങ്ങനെ ആകെ ബുദ്ധിമുട്ട് നിറച്ച ഒരു അന്തരീക്ഷം, നമ്മുടെ ബോധരഹിതനാക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ. ബദഹ്വാസ് എന്ന് പറഞ്ഞാൽ ബേഹോഷ്, परेशान. चुनाव के संबंध में वो गाँव पहुंचता है, तब गाड़ी की धुआं और शब्द और धूल, ये सब उसे परेशान करता है. किंतु उस गांव में जो ही मेरी जीप घुसी, मैं एक खास किस्म की भावना से अभिभूत हो गया. അങ്ങനെ ഞാൻ എൻ്റെ ജീപ്പ് ഒരു ഗ്രാമത്തിലെത്തുകയും അവിടെ ഞാൻ ഒരു പ്രത്യേക സ്പെഷ്യൽ തരത്തിലുള്ള ഒരു ഭാവന എന്നെ അമ്പരിപ്പിച്ചു. എനിക്കൊരു ഭാവന ഉണ്ടായി. അഭിഭൂത് ഹോ ഗയ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ ഒരു അമ്പരപ്പ്. ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീപ്പ്, അദ്ദേഹം നേതാവായിട്ട് എല്ലാവരെയും ഓരോ വീട്ടിൽ കയറി ചെന്നിട്ട് ഓരോരുത്തരെ കാണാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ നേതാക്കന്മാർ വോട്ട് ചോദിക്കുമ്പോൾ പോകുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അഭിവാദ്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇവിടെ ലേഖകൻ ജീപ്പിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഗ്രാമത്തിലെത്തുകയും അവിടെ എത്തിയപ്പോൾ ഒരു അമ്പരപ്പ്, ഒരു ഭാവന അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ചെയ്യുന്നു. जब वो जीप में जाते वक्त उसे एक खास किस्म की भावना से अभिभूत हो जाता है. ये रज़िया का गांव है, यहाँ रज़िया रहती थी. എന്തുകൊണ്ടാണ് ആ ഗ്രാമത്തിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അമ്പരപ്പ് തോന്നാൻ കാരണം അത് റസിയയുടെ ഗ്രാമമായിരുന്നു. അവിടെ ആയിരുന്നു റസിയ ഉണ്ടായിരുന്നത്. അവിടെ ജീവിക്കുന്നത് റസിയയാണ് ആ ഗ്രാമത്തിൽ. അതുകൊണ്ടാണ് ആ അമ്പരപ്പ് തോന്നാൻ കാരണം എപ്പോഴും നമ്മുടെ ലേഖകൻ്റെ മനസ്സിൽ റസിയ എന്ന ഒറ്റ ചിന്തയേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം. ജിസ് गांव में वो जीप में पहुंचा, वहाँ रज़िया का घर है. रज़िया वहाँ रहती थी. किंतु क्या आज मैं यह भी पूछ सकता हूँ कि यहाँ कोई रज़िया नाम की चूड़ीहारी रहती थी या है? പക്ഷേ ഇന്ന് എനിക്കത് ചോദിക്കാൻ സാധിക്കുമോ? ഇവിടെ റസിയ എന്ന പേരിലുള്ള ഒരു
വിൽപ്പനക്കാരി ഉണ്ടായിരുന്നോ ഉണ്ടോ എന്ന്. കാരണം ഇപ്പോൾ നേതാവായി മാറിയിരിക്കുകയാണ് നമ്മുടെ ലേഖകൻ. വലിയ അറിയപ്പെടുന്ന നേതാവാണ്. വളക്കാരിയെ പറ്റിയൊക്കെ അന്വേഷിച്ചാൽ മോശമാണ്. वह भी बड़ा नेता बन चुका है, तो चूड़ीहारिन के संबंध में कुछ भी पूछना उनके लिए इज्जत की सवाल है, वो नहीं पूछ सकता. हसन का नाम लेने में भी शर्म लगती थी. ഹസൻ്റെ പേര് പറയുന്നതും അദ്ദേഹത്തെ സംബന്ധിച്ച് നാണമാണ്. वो भी शर्म की बात है. मैं वहाँ नेता बनकर गया था, क्योंकि मैं वहाँ നേതാ बनकर गया था. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവിടെ നേതാവായിട്ടാണ് പോയിരിക്കുന്നത്. मेरा जय जयकार हो रहा था, कुछ लोग मुझे घेरे खड़े थे. ഒരുപാട് ജയവിളികളും അതുപോലെ ഒരുപാട് ജനങ്ങൾ വളഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ. കാരണം അത്രയ്ക്കും വലിയ നേതാവായി മാറി അദ്ദേഹം. जय जयकार हो रहा था, कुछ लोग उसे घेरे खड़े थे, क्योंकि वो बड़ा नेता बन चुका है. जिसके दरवाजे पर जाकर पान खाऊंगा वो अपने को बड़भागी समझेगा. ആരുടെ വീടിൻ്റെ മുമ്പിലാണ് അല്ലെങ്കിൽ ആരുടെ വീടിൻ്റെ വാതിൽക്കലാണ് ചെന്ന് പാൻ ചോദിക്കുന്നത് അവർ ഭാഗ്യശാലിയാണ് ആയിട്ടാണ് അവർ കരുതുന്നത്. बड़भागी का मतलब है खुश नसीब, भाग्यशाली. जिसके घर दरवाजे पर जाकर पान खाऊंगा वह अपने को भाग्यशाली समझेगा, क्योंकि उतना बड़ा नेता है. അതുകൊണ്ടാണ് വലിയ നേതാവാണ്. जिससे दो बातें कर लूँगा वो स्वयं चर्चा का एक विषय बन जाएगा. അതുപോലെ തന്നെ ആരോടാണോ രണ്ട് കാര്യം സംസാരിക്കുന്നത് അതുപോലും ചർച്ചയ്ക്ക് വരും, ചർച്ചയ്ക്കുള്ള വിഷയമായിട്ട് മാറും ആരോടെങ്കിലും സംസാരിച്ചാൽ. കാരണം അതങ്ങനെയാണ്. രാഷ്ട്രീയത്തിലെ നേതാക്കന്മാർ, വലിയ അറിയപ്പെടുന്ന നേതാക്കന്മാർ എവിടെയാണോ പോകുന്നത് അവിടെ ക്യാമറ ആയിട്ട് ഒരുപാട് ആൾക്കാർ, പത്രപ്രവർത്തകർ, ജനങ്ങൾ, ആകെ അത് ലോകം മൊത്തം അറിയും. അതേ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ലേഖകനും. ഈ സമയം മുझे कुछ ऊंचाई पर ही रहना चाहिए. അതുകൊണ്ട് എനിക്ക് ഈ സമയത്ത് കുറച്ച് ഉയർന്നു തന്നെ നിൽക്കണം. അവിടെ താഴാൻ പാടില്ല. താഴ്ന്നാൽ അദ്ദേഹത്തിനാണ് മോശം. जीप से उतरकर लोगों से बातें कर रहा था, या यूँ कहिए कि कल्पना के पहाड़ पर खड़े होकर एक आने वाले स्वर्ण युग का संदेश लोगों को सुना रहा था. അങ്ങനെ ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എപ്രകാരമാണോ നേതാക്കന്മാർ സംസാരിക്കുന്നത്, പ്രസംഗിക്കുന്നത് അതുപോലെ. കാരണം നമ്മുടെ കൽപ്പനയ്ക്ക് പഹാഡ് പർ ഖടേ ഹോക്കർ, ഒരുപാട് പ്രതീക്ഷകൾ നമുക്ക് തരാറുണ്ട് നേതാക്കന്മാർ. ഭാവനയുടെ ഉയർന്ന കൊടുമുടിയിൽ, പഹാഡ് എന്ന് പറഞ്ഞാൽ കൊടുമുടിയാണ്. അങ്ങനെ ഉയർന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് വരാൻ പോകുന്ന സുവർണ കാലഘട്ടത്തെപ്പറ്റി, സുവർണ യുഗക്ക് ആ സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുകയായിരുന്നു. जिस प्रकार नेता लोग भाषण देते हैं बड़े बड़े स्वर्ण युग के संबंध में, आने वाले युग के संबंध में भाषण, उसी प्रकार यहाँ लेकर ये लोगों से बातें कर रहा था, संदेश लोगों को सुना रहा था. किंतु दिमाग में कुछ घूंटियाँ मुलझी थी. പക്ഷേ നമ്മുടെ ലേഖകൻ്റെ ദിമാഗ് മേ, ബുദ്ധിയിൽ എന്തൊക്കെയോ ആശയക്കുഴപ്പം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. घूंटिया का मतलब है आशयकुഴപ്പം. कुछ ना कुछ समस्या उसकी दिमाग में
उलझी थी। जीभ अभ्यासवश एक काम किए जा रही थी, अंदर मन कुछ दूसरा ही ताना बाना बुन रहा था. നാവ്, ജീപ്പ് എന്ന് പറഞ്ഞാൽ നാവാണ്. നാവ് ഇവിടെ അഭ്യാസവശ് പ്രാക്ടീസ് ആയ പോലെ ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതായത് അവിടെ പ്രസംഗിച്ചു കൊണ്ടേയിരിക്കുന്നു. ഉनकी जीभ भाषण दे रहे थे, वो किए जा रही थी, लेकिन अंदर मन यानी लेगे के अंदर मन कुछ दूसरा ही ताना बाना बुन रहा था. ലേഖൻ്റെ മനസ്സാണെങ്കിൽ വേറെ എന്തൊക്കെയോ നെയ്ത് കൂട്ടുന്നു. നാവാണെങ്കിൽ എന്തൊക്കെയോ പ്രസംഗങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ മനസ്സ് വേറെന്തൊക്കെയോ നെയ്തുകൊണ്ടിരിക്കുന്നു. ദോനോമേ കോയി താരതമ്യമില്ലാത്ത, രണ്ടിലും ഒരു താരതമ്യം ഉണ്ടായിരുന്നില്ല. നാക്കിലായിക്കോട്ടെ മനസ്സിലായിക്കോട്ടെ രണ്ടും രണ്ടാണ്. दोनों अलग था, दोनों का काम अलग था, यानी दिमाग का और मन का. किंतु इसमें से किसी एक की गति में भी बाधा क्या डाली जा सकती थी. നമുക്ക് രണ്ട് കാര്യത്തിലും ആ അവസ്ഥയിലും രണ്ടിലും ആ ഗതിയിൽ ഒരു തടസ്സവും സംഭവിപ്പിക്കാൻ സാധിക്കില്ല. कोई बाधा नहीं डाल सकती थी दोनों में. कि अचानक लो ये क्या, वो रज़िया चली आ रही है, रज़िया वो बच्ची, अरे रज़िया फिर बच्ची हो गई. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേഖകൻ ഗ്രാമത്തിൽ ജനങ്ങളോട് ഒരുപാട് സ്വപ്നങ്ങളെപ്പറ്റി വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് പെട്ടെന്ന് ഒരു കുട്ടിയെ കാണുന്നു. റസിയയെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടിയെയാണ് കാണുന്നത്. ഒരു കുട്ടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അത് റസിയയെ പോലെയുണ്ട്. റസിയ കുട്ടിയായി മാറിയോ എന്ന് ലേഖകൻ ഇവിടെ സംശയം തോന്നുകയാണ്. एक बच्ची को वो देखता है रज़िया जैसी, कानों में वे ही बालियाँ, गोरे चेहरे पर वे ही നീലി ആങ്കെ. എപ്രകാരമാണോ റസിയ ധരിച്ചിരുന്ന അതേ കമ്മൽ, വെള്ളിക്കമ്മൽ, അതുപോലെ വെള്ളമുഖത്ത് ഗോരെ ചെഹരെ पर वे ही നീലി ആങ്കെ, അതേ കണ്ണുകൾ, നീല നിറത്തിലുള്ള അതേ കണ്ണുകൾ. വഹി ബർ ബാഹെ കി കമ്മീസ്, ഫുൾ ഹാൻഡായിട്ടുള്ള കമ്മീസ്. വേഹി കുച്ച് ലട്ടെ ജിനെ സംഭാൽത്തി ബടി ആ രഹി ഹെ, അതുപോലെ തന്നെ മുടിയേഴുകൾ അത് നേരെയാക്കിക്കൊണ്ടാണ് ആ കുട്ടി വരുന്നത്. रज़िया की वेशभूषा जिस प्रकार थी उसी प्रकार की वेशभूषा है यहाँ की बच्ची की, जिसे वो देखा है. बीच में 40-45 साल का व्यवधान. 40-45 വർഷങ്ങളുടെ ഗ്യാപ്പാണ് ഇവിടെ ഉള്ളത്. വ്യവധാൻ का मतलब है गैप. 40-45 साल का. അരേ മേ സപ്ന തോ നഹി ദേഖ് രഹാ, അതായത് നമ്മുടെ റസിയ അവിടെ കുട്ടിയായി മാറിയോ, പക്ഷേ ഇത്രയും വർഷമായില്ലേ, ഞാൻ സ്വപ്നങ്ങളൊന്നുമല്ലല്ലോ കാണുന്നത്. മേ സ്വപ്ന തോ നഹി ദേഖ് രഹാ, ലേഖകൻ യഹാം സോച്താ ഹൈ. ദിൻ മേ സപ്ന, പകൽ സ്വപ്നം കാണുമോ. വഹ് ആതി ഹൈ ഗബ്ബർ ऐसी भीड़ में घुसकर मेरे निकट पहुंचती है, सलाम करती है. गब्बर का मतलब है हिम्मत से, हिम्मत से भीड़ में घुसकर, ആ തിരക്ക് പിടിച്ച ആ അന്തരീക്ഷത്തിലേക്ക്, ആ അവസ്ഥയിലേക്ക്, ആ തിരക്ക് പിടിച്ചിരിക്കുന്ന ജനങ്ങൾക്കിടയിലൂടെ കടന്നുകൊണ്ട്, പ്രവേശ് കർക്കർ, घुसकर मतलब है प्रवेश कर मेरे निकट पहुंचती है, यानी लेकर के पास वो लड़की, वो बच्ची पहुंचती है और उसे सलाम करती है.
लेकर से സലാം करती हैं और मेरा हाथ पकड़ कर कहती हैं. അങ്ങനെ ആ ജനക്കൂട്ടങ്ങൾക്കിടയിലൂടെ ധൈര്യത്തോടു കൂടി ആ കുട്ടി കടന്നു വരികയും ലേഖകനോട് സലാം പറയുകയും എന്നിട്ട് കൈ പിടിച്ചുകൊണ്ട് മേര ഹാത്ത് പക്കഡ് कहती है, അവൾ പറയുകയാണ് ചലിയേ മാലിക് മേരെ ഘർ. वो बच्ची कहती है कि चलिए मालिक मेरे घर, എൻ്റെ വീട്ടിലേക്ക് പോകാം, വരൂ. मैं बहुत जगह कुछ सूझ नहीं रहा, कुछ समझ में नहीं आ रहा. ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഭോഞ്ചിക്കന എന്ന് പറഞ്ഞാൽ ചൗങ്ക് ജാന, അമ്പരന്ന് പോവുക. ഒന്നും എനിക്ക് ഊഹിക്കാൻ സാധിക്കുന്നില്ല. സൂചന കാ മത്ലബ് ഊഹം. കുച്ച് സമജ് മേ नहीं आ रहा है, ഒന്നും മനസ്സിലാകുന്നില്ല. ലോഗ് മുസ്കുരാ रहे हैं, വഹാം ബഹുത് ലോഗ് ഭീഡ് ഹെ, വേ ലോഗ് മുസ്കുരാ रहे हैं. അവരിത് കണ്ടിട്ട് എല്ലാവരും ചിരിക്കുകയാണ്. നേതാജി ആജ് ആപ്കി കലായി കൂൽക്കർ രഹി. കാരണം ഒരു നേതാവാണ്, എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് കാണാൻ എതിർ പാർട്ടിക്കാരും അവിടെ ഉണ്ടാകും. അപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറയുകയാണ്, ഇന്ന് അങ്ങയുടെ കള്ളം പുറത്തായി. കലായി കൂൽക്കർ രഹി എന്ന് പറഞ്ഞാൽ കള്ളം പുറത്താവുക. नहीं ये सपना है कि कानों में सुनाई पड़ा एक कह रहा है कैसी शौक है लड़की. ഇത് സ്വപ്നമാണ്. കാനോമേ സുനായി പട, അങ്ങനെ കേൾക്കാനിടയായി. ആരോ പറഞ്ഞു, ഏ കഹ് രഹാ ഹെ, ആരോ ഒരാൾ പറയുകയാണ്, കേസി ഷോഗ് ഹെ ലടുക്കി, എത്ര മിടുക്കിയാണ് ആ പെൺകുട്ടി. ഒരു ദൂസറ ബോൾത്താ ഹെ ടീക്ക് അപ്നി ദാദി ജേസി. വേറെ ഏതോ ഒരാൾ പറയുകയാണ്, രണ്ടാമതൊരാൾ പറയുകയാണ്, അവളുടെ മുത്തശ്ശിയെ പോലെയുണ്ട്. और तीसरे ने मेरे हाथ होश की दवा दी. അങ്ങനെ മൂന്നാമതൊരാൾ ആണ് അദ്ദേഹത്തിൻ്റെ ബോധം തിരിച്ചു കൊണ്ടുവരാനുള്ള മരുന്ന് കൊടുത്തത്. യഹ് റസിയ की पोती हैं बाबू. यहाँ लेखक भीड़ों के बीच में खड़ा है. वहाँ एक बच्ची लड़की आती है और उसे कहती है कि चलिए मालिक मेरे घर. ये सुनकर कुछ लोग बोलते हैं, एक व्यक्ति कहते हैं कि वो कैसी शौक है लड़की, और दूसरा कहता है कि वो दादी जैसी है, और तीसरे व्यक्ति कहता है, यानी लेखक को होश की दवा देती है. क्या कहकर ये रസിയ की पोती है बाबू. ഇത് റസിയയുടെ പേരക്കുട്ടിയാണ് എന്ന് ആണ് മൂന്നാമത്തെ ആൾ പറയുന്നത്. അതാണ് ലേഖകനെ ബോധമാക്കി, അതായത് ലേഖകനെ ബോധത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുവരെ ഒരു ബോധമില്ലാത്തൊരവസ്ഥയാണ്. കാരണം റസിയനെ പോലെ തന്നെ അതേ വേഷവും നിറവും ഒക്കെ കണ്ടിട്ടാകെ ഞെട്ടിയിരിക്കുകയാണ്. बेचारी बीमार पड़ी है. आपकी चर्चा अक्सर किया करती हैं. ഇപ്പോൾ റസിയ സുഖമില്ലാതെ കിടക്കുകയാണ്. उसको बीमार है. आपकी चर्चा अक्सर किया करती हैं. പലപ്പോഴും താങ്കളെ പറ്റി പറയാറുണ്ട്. ബഡി താരീഫ് करती हैं. താങ്കളെപ്പറ്റി ഒരുപാട് ഉയർത്തി സംസാരിക്കാറുണ്ട്. बापू फुर्सत है तो ज़रा देख लीजिए, न जाने बेचारी जीती है या. അങ്ങനെ ആ ജനക്കൂട്ടത്തിലെ മൂന്നാമത്തെ ആൾ പറഞ്ഞു കൊടുക്കുകയാണ്, റസിയ സുഖമില്ലാതെ കിടക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ അവിടെ പോയി ഒന്ന് കാണുന്നത് നന്നായിരിക്കും. ജീവിക്കോ അല്ലെങ്കിൽ മരിക്കോ എന്നറിയില്ല. लेखक से बताता है कि
रज़िया बीमार पड़ी है, वहाँ जाकर अगर समय है तो वहाँ जाकर उसे देखिए, पता नहीं वो बेचारी जिएगी या मरेगी. मैं रज़िया के आंगन में खड़ा हूँ. അങ്ങനെ നമ്മുടെ റസിയയുടെ വീട്ടിലെത്തുകയാണ് ലേഖകൻ. ये छोटे छोटे साफ सुथरे घर, ये लिपा पुता चिकन ढूर ढൂർ ആംഗൻ. അങ്ങനെ റസിയയുടെ വീട്ടിലെത്തിയപ്പോൾ വളരെ വൃത്തിയുള്ള വീടാണ്. ലിപ്പ പുത്ത എന്ന് പറഞ്ഞാലും വൃത്തി എന്നാണ് ഉദ്ദേശിച്ചത്. അതുപോലെ സാഫ് സുത്ര എന്ന് വളരെ ക്ലീൻ ആയിട്ടുള്ള. ചിക്കൻ ढൂർ ढൂർ എന്ന് പറഞ്ഞാൽ ചില ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു മുറ്റം, വീട്. ഭരി 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 പൂരി ഗൃഹസ്ഥി മെഹനത്തോറ് ദയാനന്ദ് കി ബഹൻ. അതുപോലെ മനുഷ്യത്വവും ഒക്കെയുള്ള ഒരു നിറഞ്ഞ കുടുംബം, ഭരിപൂരി നിറഞ്ഞ വീട്ടുകാരും വീട്ടുകാരിയും ഒരുപാട് കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരുപാട് ദയയുള്ള, ഒരുപാട് നല്ല മനസ്സുള്ള നല്ല ഒരു വീട്ടു അന്തരീക്ഷം. ഹസൻ ചൽ ബസാ ഹെ കിന്തു അപ്പനെ പീച്ചെ തീൻ ഹസൻ ചോട് ഗയാ ഹെ. പക്ഷേ ഒരു മാറ്റം അവിടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഹസൻ, റസിയയുടെ ഹസ്ബൻഡ്, മരിച്ചു. ലേക്കിൻ പീച്ചെ തീൻ ഹസൻ ചോട് ഗയാ ഹെ. പക്ഷേ 3 ഹസന്മാരെ തന്നിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. जब लेखक रज़िया की आंगन में घर में पहुंचता है, तब वो घर की वातावरण बहुत भरी पूरी साफ सुथरे मेहनत और दयानंद की बहन जैसी है. लेकिन हसन तो मर चुका है. लेकिन 3 हसन छोड़कर गया है. 3 മക്കളാണ് ഉള്ളത്. 3 ബേട്ട ഹെ. ബടാ ബേട്ട കൽക്കത്ത കമാത്ത ഹെ. മൂത്ത മകൻ കൽക്കത്തയിലാണ് സമ്പാദിക്കുന്നത്, അവിടെയാണ് ജോലി. മൻസില പുഷ്തേനി പേഷേമേ ലഗാ ഹെ. അതിൻ്റെ മിഡിലുള്ള, പുഷ്തേനി എന്ന് പറഞ്ഞാൽ മിഡിലുള്ള ആൾ അവരുടെ പരമ്പരാഗതമായ തൊഴിലിൽ തന്നെയാണ് ചെയ്യുന്നത്. ചോട്ടാ ഷെഹർ മേ പഠ രഹാ ഹെ. ഏറ്റവും താഴത്തെ ആൾ, ഏറ്റവും ചെറിയ ആൾ സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബടാ ബേട്ട तो कलकत्ता में कमाता है और मंजिला पुश्तैनी पेशे में लगा है. और यानी पुश्तैनी पेशे का मतलब है जो चूड़ी बेचना, चूड़ियाँ बेचने की काम करता है और छोटा शहर में पढ़ रहा है. ये रज़िया की 3 बेटे. ये बच्ची बड़े बेटे की बेटी. നമ്മുടെ ലേഖകനെ കൂട്ടിക്കൊണ്ടുവന്ന കുട്ടി നമ്മുടെ റസിയയുടെ മൂത്ത മകൻ്റെ കുട്ടിയാണ്. वो बच्ची बड़े बेटे की बेटी है जो लेखक को लेकर आया है. दादा का सिर पोते में, दादी का चेहरा पोती में. മുത്തശ്ശനെ പോലെയാണ് മകൻ, അതുപോലെ മുത്തശ്ശിയുടെ മുഖമാണ് മകൾക്ക്. മുത്തശ്ശൻ്റെ മകം അല്ല, മുത്തശ്ശനെ പോലെയുള്ള തലയാണ് പേരക്കുട്ടിക്ക്. അതുപോലെ നമ്മുടെ മുത്തശ്ശിയുടെ മുഖമാണ് നമ്മുടെ പേരക്കുട്ടിക്ക്. उबहू रज़िया दूसरी रज़िया मेरी उंगली पकड़े आंगन से पुकार रही है. നമ്മുടെ റസിയെ പോലെയുള്ള, ഉബഹു എന്ന് പറഞ്ഞാൽ റസിയെ പോലെയുള്ള ആ കുട്ടി, പേരക്കുട്ടി. ദൂസരി റസിയ മേരി ഉംഗലി പക്കടെ, എൻ്റെ വിരലുകൾ പിടിച്ചിട്ട്. ആംഗൻ സെ പുകാർ രഹി ഹെ. മുറ്റത്ത് നിന്നുകൊണ്ട് വിളിക്കുകയാണ്. ദാദി, ഓ ദാദി, घर से निकल,
മാലിക് ദാദാ ആ ഗയെ. അങ്ങനെ വീടിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ആ കുട്ടി അദ്ദേഹത്തിൻ്റെ വിരൽ പിടിച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഓ ദാദി ദാദി, വീട്ടിൽ നിന്ന് ഇറങ്ങ്, മാലിക് ദാദാ വന്നിട്ടുണ്ട്, मालिक दादा आ गया है. लेगे की उंगलियां पकड़कर वो पुकारती है. वो बच्ची यानी रज़िया की पोती, उसका सिर जो है दादा जैसा है और उसकी चेहरा जो है दादी जैसी है. किंतु पहली रज़िया निकल नहीं रही. പക്ഷേ നമ്മുടെ ആദ്യത്തെ റസിയ, ഇത് രണ്ടാമത്തെ റസിയനെ പോലെ ആണ് നമ്മുടെ ഈ പേരക്കുട്ടിയെ കാണാൻ. പക്ഷെ ആദ്യത്തെ റസിയ ഇറങ്ങി വരുന്നില്ല. കൈസെ നിക്കലേ, പക്ഷെ എങ്ങനെ ഇറങ്ങി വരാനാണ്? ബീമാരിക്ക് മൈലെ കുച്ചേൽ കപ്പടോ മേ മേരെ സാമനെ കൈസെ ആയേ. അസുഖം പിടിച്ച് കിടക്കുകയാണ് അല്ലേ, അതുകൊണ്ട് തന്നെ ചെളി പിടിച്ച മൈലെ കുച്ചേൽ, ചെളി അല്ലെങ്കിൽ അഴുക്ക് പിടിച്ച വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് എൻ്റെ മുന്നിൽ എങ്ങനെ വരാനാണ്? मेले कुचले कपड़ों में मेरे सामने कैसे आ सकती हैं? रज़िया ने अपनी पोती को तो भेज दिया, किंतु उसे विश्वास न हुआ कि हवा गाड़ी पर आने वाला नेता अब उसके घर तक आने की तकलीफ कर सकेगा. അങ്ങനെ റസിയ തൻ്റെ പേരക്കുട്ടിയെ അയക്കുകയും അയച്ചു നോക്കിയപ്പോൾ നമ്മുടെ റസിയയ്ക്ക് വിശ്വാസം വന്നില്ല. ഹവാ ഗാഡി പർ ആനെ വാല, എയ്റോപ്ലെയിനിലൊക്കെ വരുന്ന വലിയ നേതാവ് അവളുടെ വീട്ടിൽ വരാനുള്ള ബുദ്ധിമുട്ട് ഏറ്റെടുക്കുമെന്ന്, ബുദ്ധിമുട്ടി അവിടെ വരുമെന്നൊന്നും നമ്മുടെ റസിയ വിചാരിച്ചില്ല. वो कभी नहीं सोची कि हवा गाड़ी पर आने वाला नेता उसके घर में आ सकेगा, वो तकलीफ़ कर सकेगा. उसे विश्वास ना हुआ. और जब सुना मैं आ रहा हूँ तो बहुओं से कहा, जरा मेरे कपड़े तो बदलाव दो. അങ്ങനെ നമ്മുടെ കുട്ടി വിളിച്ച സമയത്ത് റസിയ വരാമെന്ന് പറയുകയും തൻ്റെ മരുമക്കളോട് പറയുകയാണ്, എൻ്റെ വസ്ത്രമെങ്കിലും ഒന്ന് മാറ്റിത്തരാൻ. അത്രയ്ക്കും ക്ഷീണിതയാണ് നമ്മുടെ റസിയ. मालिक से कितने दिनों पर भेंट हो रही है ना. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് മാലിക്കിനെ, അതായത് ലേഖകനെ കാണാൻ പോകുന്നത്. बहुत दिनों के बाद भेंट हो रही है, इसलिए बहुओं से वो कहती है कि कपड़े बदलाने के लिए. वो बहुत बीमार पड़ी है, इसलिए बहुत थक चुकी है. इसकी दोनों पतुएं उसे सहारा देकर आंगन में ले आई. അങ്ങനെ നമ്മുടെ റസിയയുടെ രണ്ട് മരുമക്കളും സഹായിച്ച് അങ്ങനെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്നു. दोनों बहू उसे सहारा देकर आंगन में ले आई. റസിയ, മേരെ സാമനെ റസിയ ഖടി തി. അതെ, എൻ്റെ മുന്നിൽ റസിയയാണ് നിൽക്കുന്നത്. ദുബലി പത്ലി റൂക്കി സൂഖി, ക്ഷീണിച്ച് മെലിഞ്ഞ ഉണങ്ങിയ അവസ്ഥ. किंतु जब नज़दीक आकर उसने मालिक सलाम कहा, उसके चेहरे से एक क्षण के लिए झुर्रियाँ कहाँ चली गई, जिन्होंने उसके चेहरे को मक्खड़ जाला बना रखा था. അങ്ങനെ നമ്മുടെ റസിയ മെലിഞ്ഞുണങ്ങിയ ക്ഷീണിച്ച അവസ്ഥയിൽ ലേഖകൻ്റെ മുമ്പിൽ മാലിക് സലാം മുമ്പ് എന്താണോ പറയാറ് അതുപോലെ തന്നെ മാലിക് സലാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് അവളുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ എങ്ങോ പോയി. അതായത് പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ എങ്ങോ മാഞ്ഞുപോയി. ചിലന്തി വല കെട്ടിയ പോലെയായിരുന്നു അവളുടെ മുഖത്തെ ചുളിവുകൾ. അതൊക്കെ ലേഖകനെ കണ്ടപ്പോൾ അകന്നുപോയി. മക്കട് ചല എന്ന് പറഞ്ഞാൽ സ്പൈഡർ, ചിലന്തി വല, സ്പൈഡർ നെറ്റ്.
मैंने देखा उसका चेहरा अचानक बिजली की बल्ब की तरह चमक उठा. ലേഖകനെ കണ്ടതും നമ്മുടെ റസിയയുടെ മുഖം പെട്ടെന്ന് വൈദ്യുതി വിളക്കിനെ പോലെ തിളങ്ങി. ഓർ ചമക്കുട്ടി വേ നീലിയാങ്കി, അവളുടെ നീല കണ്ണുകളും തിളങ്ങാൻ തുടങ്ങി. ജോ കോട്രോമേ ധാൻസ് ഗയി. പ്രായമായതുകൊണ്ട് അവളുടെ കണ്ണുകളൊക്കെ കുഴിയിൽ ആയ പോലെയായിരുന്നു. ആ കണ്ണുകളാണ് ഇപ്പോൾ തിളങ്ങിയിരിക്കുന്നത്. ഓർ അരെ ചമക്കുട്ടി ഹേ ആജ് ഫിർ വേ ചാന്ദി കി ബാലിയാ और देखो अपने को पवित्र कर लो. उसके चेहरे पर फिर अचानक लटक कर चमक रही है वे लठें जिन्हें समय ने धो पोंछ कर शुभ्र श्वेत बना दिया. അങ്ങനെ ലേഖനെ കണ്ടതും വൈദ്യുതി വിളക്കിനെ പോലെ തിളങ്ങാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ, കുഴിയിലകപ്പെട്ട കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. അതുപോലെ അവളുടെ കമ്മലുകൾ, വെള്ളിക്കമ്മലുകൾ തിളങ്ങാൻ തുടങ്ങി. ആ വെള്ളിക്കമ്മലുകൾ അവളെ പവിത്രയാക്കി. പവിത്ര कर लिया. उसके चेहरे पर फिर अचानक लटक कर चमक रही है. അതുപോലെ അവളുടെ മുഖത്ത് പെട്ടെന്ന് മുടി ചുരുളുകൾ, ആ മുടി ചുരുളുകളും ഇപ്പോൾ തിളങ്ങാൻ തുടങ്ങി. ജിനെ സമയനെ ധോ പോജിക്കർ ശുഭ്രശ്വേത് ബനാ ദിയ. സമയമാണ് ആ മുടി ചുരുളുകളെ ശുഭ്രശ്വേത് ബനാ ദിയ ഹെ, ഏകദം സഫേദ് ബനാ ദിയ ഹെ. മുടി ചുരുളുകളൊക്കെ ഇപ്പോൾ വെള്ള കളറായി മാറിയിരിക്കുന്നു. അതായത് പ്രായമായി ഇപ്പോൾ നമ്മുടെ റസിയയ്ക്ക്. സമയം അവളെ പ്രായം आकी. जब लेखक को सामने देखा तब रज़िया की चेहरा बिजली के बल्ब की तरह चमक उठा. उसकी नीली आंखें भी चमक उठी. उसकी बालियाँ उसको पवित्र बना दिया. उसकी लठें अभी सफ़ेद बन चुकी हैं. समय उसे ऐसे हालत में पहुंचा दिया है. ലേഖകൻ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് കുറിച്ചെടുത്ത ഒരു രേഖാചിത്രമാണ് നമ്മളിവിടെ പഠിച്ചത്. आशा करता हूँ आप लोगों को यह रेखा चित्र पसंद आया है. लेखक अपनी ज़िंदगी में एक अनुभव को बताया गया है. रज़िया और उनकी ज़िंदगी में जो घटना यहाँ पेश किया है. धन्यवाद.